വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം. എന്റെ മുന്നിൽ തമ്പുരാനെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാണ്ടായല്ലോ. അമ്മ ചോദിച്ചതിന്റെ ഉത്തരം എനിക്ക് ആദ്യം കിട്ടണം. തള്ളെ വലിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കുക്കർ പൊട്ടിത്തെറിക്കാനായി നീ എന്താ ചെയ്തത്? ഇത്രയും അംഗങ്ങളുള്ള ഈ വീട്ടില് അമ്മ അടുക്കളയിൽ പോയപ്പോൾ മാത്രം ഇതെങ്ങനെ സംഭവിച്ചു? ആരാ കുക്കർ അടുപ്പ് വെച്ചത്? ആരാ കുക്കർ അടുപ്പ് വെച്ചത്? ആരാന്ന്? എനിക്കത് ഇപ്പൊ അറിയണം. എനിക്കത് അറിഞ്ഞേ പറ്റൂ. തെമ്മാടിത്തരം കാണിച്ചവന്റെ കൊടലുമാല ഞാൻ പുറത്തെടുക്കും. ഞാൻ ഇതൊന്നും മറച്ചു പിടിക്കുന്നില്ല. ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത് പ്ലീസ്. സത്യം ഞാൻ പറയാം. ഞാനാ കുക്കർ അടുപ്പി വെച്ചത്. ഞാനാ കുക്കർ അടുപ്പി വെച്ചത്. കണ്ടുപിടിച്ചു. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. കുക്കറിലുണ്ടായിരുന്ന കടല എവിടെ പോയി? എന്താ പറഞ്ഞത്? കുക്കറിലുണ്ടായിരുന്ന കടല എവിടെ പോയി? ഇവനെന്ത് ഇങ്ങനെ? പെട്ടെന്ന് എന്തോ കൊതി തോന്നിപ്പോയി. സോറി. ഒരു പ്രത്യേക സ്വഭാവം. മനുഷ്യന്മാരോട് മാത്രമല്ല, മൃഗങ്ങളോടും ഇങ്ങനെ തന്നെ. കുക്കറിലുണ്ടായിരുന്ന കടല എവിടെ പോയി? എവിടെ പോയിന്ന? അതെനിക്കറിയില്ല. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. നുണ നുണ പറയവൾ. എന്നെ വിടുന്ന വേണ്ടി ഞാൻ അവിടെ ചോരാൻ നിറകണ്ടിട്ടേ വരുള്ളൂ. കലി വന്ന് എന്തൊക്കെ ചെയ്യുന്നറിയോ? കടിക്കും, മാന്തം, പിച്ചു ചെന്ന് കീറും. എന്നെ വിടറ. നിനക്ക് പ്രാന്താണ് വേടാ പന്നി. അമ്മ ഇതിൽ ഇടപെടരുത്. അമ്മ ഇതിൽ ഇടപെടരുത്. എനിക്കറിയണം, കടലില്ലാതെയാണ് ഇവിടെ കുക്കർ വെച്ചത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ. കടലില്ലാതെയാണ് ഇവിടെ കുക്കർ വെച്ചത്. അങ്ങനെയെങ്കിൽ അത് മാറ്റേണ്ട കാര്യം എന്താ? എന്താ നിന്റെ ഉദ്ദേശം? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ കടലിട്ട കുക്കറി വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്കിൽ അത് എവിടെ പോയി? ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ? അതെനിക്കറിയില്ല. അയ്യോ, എന്തിനാ കരയുന്നത്? ഞാൻ അതിനൊന്നും വന്നതല്ല. എങ്കിൽ അത് എവിടെ പോയി? എന്താ ഞെട്ടി നിൽക്കുന്നത്? ഈ നിമിഷം വേറെ ഒരു വികാരവും എന്റെ മുഖത്ത് വരില്ല. കുക്കറിലുണ്ടായിരുന്ന കടല എവിടെ പോയി? കുക്കർ പൊട്ടിത്തെറിക്കാനായി നീ എന്താ ചെയ്തത്? എനിക്കിതിരി ദണ്ണുണ്ട്. എന്റെ സാധനം കരിഞ്ഞുപോയി. പഞ്ചവർണ്ണ മൊണ്ണേ. എടുത്ത് എങ്ങനെ ചെയ്യില്ല? എടുത്ത് സംശയിക്കേണ്ട കാര്യമില്ല. മിണ്ടരുത്. ഒരു കലാകാരനെ തളർത്തിയിട്ടിട്ട് മൂപ്പര് മെയിനാവുകയാണ്. നീ എന്നല്ല, ആരും ഇതിൽ ഇടപെടരുത്. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ. കുഴപ്പമില്ല. ഇടക്കിടക്ക് എന്നെ ഇതേപോലെ പീഡിപ്പിച്ചാൽ മതി. ഞാൻ ഡീസന്റ് ആയിക്കൊള്ളാം. നിനക്ക് കുഴപ്പമില്ലല്ലോ. ഇതെന്റെ അമ്മയുടെ ജീവന്റെ പ്രശ്നമാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഇതെന്റെ അമ്മയുടെ ജീവന്റെ പ്രശ്നമാണ്. മയിലാണ്. വേണ്ടമ്മേ, അമ്മയൊന്നും പറയണ്ട. ഇയാൾക്ക് എന്താണ് വയ്യേ? നീ ചെയ്തതെല്ലാം ഞാൻ ക്ഷമിച്ചിരുന്നു. എന്തിനാണെന്നറിയോ? എന്റെ അമ്മയ്ക്ക് വേണ്ടി. ആ അമ്മയാ നീ ഇന്ന് കൊല്ലാൻ ശ്രമിച്ചത്. അയ്യോ, ഞാനോ? മനസ്സാ, വാചാ, കർമ്മണാ. ഒരു സാധനം പോലും ആൾക്കാർ കാണുന്നില്ല. എനിക്കാവുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അമ്മക്ക് നാഷണൽ അവാർഡൊന്നും വേണമെന്നില്ല. നിന്റെ നാക്കിറങ്ങി പോയോ? കാര്യം പറയുമ്പോ ഒലിപ്പിക്കല കണ്ണീര്. ഞാൻ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? എന്റെ അമ്മ കൊല്ലുകയോ? എനിക്കിതൊന്നും സഹിക്കാൻ മേലേ. ഇങ്ങനൊന്നും പറയരുത്. നീ വന്ന അന്ന് മുതൽ കാണുന്നതാ എല്ലാവരും മയക്കാനുള്ള നിന്റെ ഈ കള്ളക്കരച്ചിൽ. നിന്റെ വായിലെന്തുവാ? ഒഴുകട്ടെ. നിന്റെ ശിക്ഷ ഞാൻ നടപ്പാക്കും.
നീയാണല്ലോ കോടതി. നിനക്ക് വേറെ ഒരു പേരും കിട്ടിയില്ലേ ഈ പ്രോഗ്രാമിനിടാൻ? എടാ നമ്മുടെ ഈ പ്രോഗ്രാം മൊത്തം വെറൈറ്റി അല്ലേ? ബാക്കി വിശേഷം വന്നിട്ട് പറയാം. വരട്ടെ. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ